ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 73. പരിശുദ്ധാത്മാവ് സഭയുടെ ലിറ്റർജിയിൽ എന്ന വിഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 1091 മുതൽ 1109 വരെയാണ്. 1091 മുതൽ 1109 വരെയാണ് ഖണ്ഡികളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 1091 ആ ഖണ്ഡികയിൽ ആദ്യത്തെ ഒരു വാചകമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ ദൈവമാണ് സഭയുടെ ലിറ്റർജിയുടെ മാസ്റ്റർ പീസ്. ആ മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്ത ശില്പി പരിശുദ്ധാത്മാവാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. നമുക്ക് ആ ഖണ്ഡിക ഒന്നുകൂടി വായിക്കാം. എന്നിട്ട് അതിലത്തെ ഒരു വചനം കൂടി നമുക്കിന്ന് പഠിക്കാം. സഭയുടെ ലിറ്റർജിയിൽ പരിശുദ്ധ റൂഹ ദൈവജനത്തിന്റെ പ്രബോധകനും ദൈവത്തിന്റെ മാസ്റ്റർ പീസിന്റെ ശില്പിയുമാണ്. ആ മാസ്റ്റർ പീസ് ആകട്ടെ പുതിയ ഉടമ്പടിയുടെ കൂതാശകളാണ്. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ ജീവനിൽ നിന്ന് നാം ജീവിക്കണമെന്നതാണ് സഭയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹവും അവൻ ചെയ്യുന്ന പ്രവൃത്തിയും. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തിയ വിശ്വാസത്തിന് പ്രസാദാത്മക പ്രതിസ്പന്ദം ഉണ്ടായാൽ നമ്മുടെ ഉള്ളിൽ ആ പ്രത്യുത്തരവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവൻ നമ്മിൽ പരമാർത്ഥമായ സഹകരണം ഉളവാക്കുന്നു. അതിലൂടെ ലിറ്റർജി പരിശുദ്ധ റൂഹായുടെയും സഭയുടെയും പൊതു പ്രവൃത്തിയായി തീരുന്നു. സഭയുടെ ലിറ്റർജിയിൽ പരിശുദ്ധ റൂഹ ദൈവജനത്തിന്റെ പ്രബോധകനും ദൈവത്തിന്റെ മാസ്റ്റർ പീസിന്റെ ശില്പിയുമാണ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ മാസ്റ്റർ പീസ് ആകട്ടെ പുതിയ ഉടമ്പടിയുടെ കൂതാശകളാണ്. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് കേൾക്കാം. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1091. In the liturgy of the church, the Holy Spirit is teacher of the faith of the people of God, an artisan of God's masterpieces, the sacraments of the new covenant. The desire and work of the Spirit in the heart of the church is that we may live from the life of the risen Christ. When the Spirit encounters in us the response of faith which He has aroused in us, He brings about genuine cooperation. Through it, the liturgy becomes the common work of the Holy Spirit and the church. ആ മാസ്റ്റർ പീസ് ആകട്ടെ പുതിയ ഉടമ്പടിയുടെ കൂതാശകളാണ്. The Holy Spirit is the artisan of God's masterpieces, the sacraments of the new covenant. പുതിയ ഉടമ്പടിയുടെ കൂതാശകളായ മാസ്റ്റർ പീസിന്റെ ശില്പിയാണ് പരിശുദ്ധ റൂഹ. അപ്പൊ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ കൂതാശകളാണ്. മാസ്റ്റർ പീസിനെ കുറിച്ചുള്ള തിരുവചനമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പുതിയ ഉടമ്പടി എന്നുള്ള ആ വാക്കാണ് നമ്മൾ ഇന്ന് പുതിയ ഉടമ്പടിയുടെ കൂതാശകൾ, അതിൽ പുതിയ ഉടമ്പടി എന്ന വാക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് പുതിയ ഉടമ്പടി? നമ്മൾ പഴയ നിയമം, പുതിയ നിയമം എന്നൊക്കെ പറയും. വാസ്തവത്തിൽ അത് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയുമാണ്. എന്തിനാണ് പഴയ ഉടമ്പടിയും പിന്നെ ഒരു പുതിയ ഉടമ്പടിയും? അത് മനസ്സിലാക്കാൻ നമുക്ക് ഏതാനും ചില ഉടമ്പടികൾ, വാസ്തവത്തിൽ പഴയ നിയമത്തിൽ ഒരുപാട് ഉടമ്പടിയുണ്ട്. ആദാമുമായിട്ടുള്ള ഉടമ്പടി, നോഹയുമായിട്ടുള്ള ഉടമ്പടി, അബ്രാഹമായിട്ടുള്ള ഉടമ്പടി, സീനായി ഉടമ്പടി, ദാവീദുമായുള്ള ഉടമ്പടി, പിന്നെ പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള പ്രവചനം, ഇങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് അതിലെല്ലാത്തിലേക്കും ഇപ്പൊ നമ്മൾ കടക്കുന്നില്ല. നമുക്കൊരു 2 ഉടമ്പടികളും പിന്നെ പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള പ്രവചനവും പഴയ നിയമത്തിലേക്ക് കാണാം. അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി, നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തില് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി കാണാം. അവിടെ അബ്രഹാം മൃഗങ്ങളെയാണ് കൊണ്ടുവരുന്നത്. നമുക്കതിനു മുമ്പ് ഈ അക്കാലത്തെ ഉടമ്പടികളുടെ രീതി ഒന്ന് ആദ്യം പഠിക്കാം. അബ്രഹാമിന്റെ കാലത്തൊക്കെ 2 തരത്തിലാണ് ഉടമ്പടി ചെയ്തിരുന്നത്. ഉടമ്പടി ചെയ്യുക എന്നല്ല അവർ പറയാ, ഉടമ്പടി മുറിക്കുക എന്നാണ്. അപ്പം മുറിക്കുക എന്ന് പറയുന്ന പോലെ ഉടമ്പടി മുറിക്കുക എന്നാണ് പറയാ. കർഷകർ എന്താ ചെയ്യുക? ഒരു അപ്പം കൊണ്ടുവരും. എന്നിട്ട് ഈ ഉടമ്പടിയിൽ 2 കക്ഷികൾ ഉണ്ടാകുമല്ലോ. ഈ 2 കക്ഷികൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കും. എന്നിട്ട് അവര് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ അപ്പത്തിൽ അങ്ങ് എഴുതും. ഉടമ്പടി എഴുതുന്നത് അപ്പത്തിന്റെ മേലെയാണ്. എന്നിട്ട് ആ അപ്പം 2ആയി മുറിക്കും.
ഒരു കഷ്ണം ഇപ്പുറത്തെ കക്ഷിയും മറ്റേ കഷ്ണം അപ്പുറത്തെ കക്ഷിയും പിടിക്കും. എന്നിട്ട് ആ ഉടമ്പടിയുടെ അത്യുച്ചി എത്തുമ്പോൾ ഈ പിടിച്ചിരിക്കുന്ന കഷ്ണം അവർ കൺസ്യൂം ചെയ്യണം, അങ്ങനെ ഭക്ഷിക്കണം. അപ്പോൾ ഉടമ്പടി പ്രാബല്യത്തിലായി എന്നാണ്. ഈ ഉടമ്പടി ഇങ്ങനെ മുറിക്കുക, അപ്പം ഇങ്ങനെ മുറിക്കുക, അതിനെയാണ് അവർ ഉടമ്പടി മുറിക്കുക എന്ന് പറയണേ. ഉടമ്പടി മുറിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം മുറിക്കുന്നതിനെയാണ്. ഈ മുറിക്കുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കക്ഷി, രണ്ട് കക്ഷിയിൽ ഒരു കക്ഷി ഉടമ്പടിയുടെ വ്യവസ്ഥകളോട് അവിശ്വസ്തത കാണിച്ചാൽ ഈ വിശ്വസ്തനായ കക്ഷിക്ക് മറ്റേ കക്ഷിയെ, അതായത് അവിശ്വസ്തത കാണിച്ച ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ലംഘിച്ച വ്യക്തിയെ രണ്ടായിട്ട് മുറിക്കാം, കൊന്നുകളയാം. അപ്പോൾ ഉടമ്പടിക്ക് പണയമായി നൽകുന്നത് സ്വന്തം ജീവനാണ്. പ്രാണൻ ഗ്യാരണ്ടി ചെയ്തിട്ടാണ്, പണയപ്പെടുത്തിയിട്ടാണ് ഉടമ്പടി മുറിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. ഇതാണ് കർഷകര് ചെയ്തിരുന്ന ഉടമ്പടി മുറിക്കുന്ന രീതി. ഇപ്പൊ നിങ്ങൾക്ക് കുർബാനയിലേക്ക് ഒരു ചെറിയ ഒരു മിന്നൊളി കിട്ടുന്നുണ്ട്. കർത്താവ് ഒരു അപ്പം എടുത്ത് ഉടമ്പടി അതിന്മേൽ എഴുതി, തന്റെ ജീവൻ അതുമേൽ എഴുതി, ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് എന്റെ രക്തം ആകുന്നു. ഉടമ്പടി എഴുതുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. സമാന്തര സുവിശേഷങ്ങളിലാണ് ഈ സ്ഥാപനവാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, എന്റെ മാംസം ഭക്ഷിക്കണം, എന്റെ രക്തം കുടിക്കണം. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അവിടെ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെ തന്നെ കൂദാശയുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ സ്ഥാപനവാക്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെയും അദ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫറ കൂദാശക്രമം നിലനിന്നിരുന്നത്. ഡിഡാക്കയിലെ കുർബാന ഈ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെയായിരുന്നു. സ്ഥാപനവാക്യങ്ങളല്ല കൂദാശവാക്യങ്ങൾ ആയിരുന്നേ. സ്ഥാപനവാക്യങ്ങൾ ഉണ്ടാകാം, അങ്ങനെയും കൂദാശയാകാം, സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെയും ആകാം. അങ്ങനെയാണ്. കാരണം കർത്താവിന്റെ വചനമാണ് രണ്ട് സ്ഥലത്തും. ഏതായാലും അവിടെ ചെയ്യുന്നത് കർത്താവ് അപ്പത്തിന്മേൽ തന്റെ ജീവൻ എഴുതുകയാണ്, വീഞ്ഞിന്മേൽ തന്റെ ജീവൻ വെക്കുകയാണ്. എന്നിട്ട് ആ അപ്പം മുറിക്കുകയാണ്. ഒരു കഷ്ണം നമുക്ക് തരുന്നു, ഒരു കഷ്ണം കർത്താവിന്റെ കയ്യിൽ. ഈ ലത്തീൻ സഭയിൽ ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ ആ ശരീരത്തിന്റെ ഒരു ഭാഗം തരുമ്പോൾ എന്താണ് ജനങ്ങൾ പറയാ? ആമേൻ എന്നാണ്. ആമേൻ. ആമേൻ എന്ന വാക്കിന് എന്താ അർത്ഥം? എമത്ത് എന്നാണ് അതിന്റെ ഹീബ്രു. എമത്ത് എന്ന് വെച്ചാൽ സത്യം എന്നാണ് അർത്ഥം. അപ്പോ ഞാൻ സത്യമായും വിശ്വസ്തനായിരിക്കും, ഞാൻ സത്യസന്ധമായും വിശ്വസ്തനായിരിക്കും എന്നാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ വളരെ ചെറിയ തോതിൽ തർജ്ജമ ചെയ്യുമെങ്കിലും സത്യമായും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഞാൻ അവിശ്വസ്തത കാണിച്ചാൽ എന്റെ പ്രാണൻ നിനക്ക് എടുക്കാമെന്നാണ് പറയണേ. ആമേൻ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കുമെന്നും ഞാൻ അവിശ്വസ്തത കാണിച്ചാൽ എന്റെ പ്രാണൻ നിനക്ക് എടുക്കാമെന്നുമാണ് നമ്മൾ പറയണേ. അപ്പോൾ വളരെ ഗൗരവമാണ് ഈ പറഞ്ഞ ഉടമ്പടി മുറിക്കുക എന്ന് പറഞ്ഞാൽ. അബ്രഹാം കർഷകനല്ല, കർഷകരാണ് അപ്പത്തിന്മേൽ ഉടമ്പടി മുറിക്കണേ. അബ്രഹാം ആട്ടിടയനാണ്. ആട്ടിടയന്മാർ എങ്ങനെ ചെയ്യുക? അവരുടെ മൃഗങ്ങളെയാണ് അവർ നോക്കുന്നത്, ആടുമാടുകളെ. ആ മൃഗങ്ങളെ കൊണ്ടുവരും, എന്നിട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിക്കും. എന്നിട്ട് ഉടമ്പടി ചെയ്യുന്ന കക്ഷികൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കും. ഉടമ്പടിയുടെ ഒരു ഘട്ടം വരുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ഈ ഉടമ്പടി മൃഗത്തിന്റെ ഇടയിലൂടെ, മുറിച്ചു വെച്ചിരിക്കുന്ന രണ്ട് ഘട്ടങ്ങളുടെ ഇടയിലൂടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അങ്ങോട്ട് നടക്കണം, അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് നടക്കണം. അങ്ങനെ ഉടമ്പടി ക്ലൈമാക്സിൽ ഈ ഉടമ്പടി മൃഗത്തെ വേവിച്ച് അവർ ഭക്ഷിക്കണം. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തില് ദൈവവും അബ്രാഹാം തമ്മിലാണ് ഉടമ്പടി. ദൈവം ഒരു വശത്ത് നിൽക്കുന്നു, അബ്രാഹാം ഒരു വശത്ത് നിൽക്കുന്നു. ഉടമ്പടിയുടെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നടക്കണം, ഉടമ്പടിയുടെ കക്ഷികൾ നടക്കേണ്ട സമയത്ത് ദൈവം ഇങ്ങോട്ട് നടക്കുന്നു, അബ്രാഹാം അങ്ങോട്ട് നടക്കുന്നില്ല. എന്ന് വെച്ചാൽ അബ്രാഹാം തന്റെ ബയോളജിക്കൽ ജീവൻ പണയം വെക്കാനായിട്ട് മടിച്ചു, തന്റെ ജീവൻ പണയം വെക്കാൻ മടിച്ചു. ഇതുകൊണ്ടാണ് 22-ാമത്തെ അധ്യായത്തിൽ മകന്റെ ജീവൻ പണയം വെക്കാൻ പറയുന്നത്. മകന്റെ ജീവൻ പണയം വെക്കാൻ പറയുന്നത്. അപ്പോൾ ഉടമ്പടിക്ക് ഇങ്ങനെ പണയം വെക്കേണ്ട ഒരു ആവശ്യം എന്താണ്? എന്തിനാണ് ദൈവം നമ്മുടെ ജീവൻ പ്രാണൻ പണയം വെക്കാൻ പറയുന്നത്? നമുക്കൊരു ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കുക. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ മരിക്കും, എല്ലാവർക്കും അറിയാം. പക്ഷെ മരിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഈശ്വരവിശ്വാസിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും നിരീശ്വരനാണെങ്കിലും മരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? മരണത്തിനും അഴകലിനും വിധേയമല്ലാത്തൊരു ജീവന് വേണ്ടി കൊതിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനോ നിരീശ്വരവാദിയോ ആരും ആകട്ടെ, നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ മരണത്തിനും അഴകലിനും വിധേയമല്ലാത്തൊരു ജീവന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നു. അത് നൽകാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. അത് ദൈവം നമുക്ക് നൽകണമെങ്കിൽ നമ്മുടെ അനുസരണം അവന് വേണം.
ആ അനുസരണം കൊടുക്കുന്നതിനാണ് ജീവൻ പണയം വെക്കാന്ന് പറയണേ. അനുസരിക്കാന്ന് വെച്ചാൽ പ്രാണം പണയം വെക്കുന്നതിന് തുല്യമാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുക. ഈ നമുക്ക് എന്തെല്ലാം കിട്ടിയാലും നമുക്ക് തൃപ്തിയാകുമോ ഈ ലോകത്തില്? ഈ 4 ഭാര്യമാര് കിട്ടിയിട്ടും പോരാഞ്ഞ് പിന്നെ 70 ഹൂറിമാർ അവിടെ കിട്ടുന്ന വെച്ചിട്ടാണ് കുറെ പേര് കൊല്ലാൻ നടക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആത്മാവില്ല ദൈവം ഇല്ല എന്നൊക്കെ പറയണു. എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, തലയിൽ മുണ്ടിട്ടായിട്ട് പള്ളിയിൽ പോകുന്നു. പിന്നെ ഈ സ്വത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടി കാനഡയിലും ദുബായിലും ഉണ്ടെന്ന് പറയണു. എന്തിനാണ് ഈ ഇത്രമാത്രം ഈ എന്തിനാണ് ഇങ്ങനെ കുന്നുകൂട്ടി സ്വത്ത് ഉണ്ടാക്കണേ? എന്ത് കിട്ടിയാലും തൃപ്തിയാകുന്നില്ല. അമ്പലത്തിൽ സ്വർണ്ണം എടുക്കോ, പള്ളിയിൽ സ്വർണ്ണം എടുക്കോ, എല്ലാം കൈപ്പിടിയിലാക്കണം. എന്തിനാണിത് എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഒന്നുകൊണ്ടും നമുക്ക് തൃപ്തി വരില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം കൊണ്ടല്ലാതെ, അതായത് ദൈവത്തിന്റെ ജീവൻ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും നമ്മുടെ ഹൃദയം തൃപ്തമാകാത്ത തരത്തിലാണ്. ഇതിനെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണ്, സമൃദ്ധമായ ജീവൻ. അത് ബയോളജിക്കൽ ജീവനല്ല, ജീവശാസ്ത്രപരമായ ജീവനല്ല, മരണത്തിന്റെയും മഴകളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ. പിന്നെ ഞാൻ നിത്യജീവനെ കുറിച്ച് ഞാൻ ഉയർപ്പ് തിരുനാളിൽ അന്ന് പറയുകയും ചെയ്തു, അത് ശാസ്ത്രീയമായിട്ട്. ഇത് ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയണേ. അപ്പൊ നമ്മളെല്ലാവരും നിരീശ്വരന്മാരോ യുക്തിവാദികളോ ഈശ്വരവാദികളോ ഈശ്വര വിശ്വാസികളോ ആരുമാകട്ടെ, നമ്മളെല്ലാവരും മരണത്തിനും അടികളിലും വിധേയമല്ലാത്തൊരു ജീവന് വേണ്ടി കൊതിക്കുന്നുണ്ട്, സമൃദ്ധമായ ജീവന് വേണ്ടി കൊതിക്കുന്നുണ്ട്. അതിനെയാണ് അനശ്വര ജീവൻ, നിത്യജീവൻ എന്നൊക്കെ പറയണേ. പക്ഷെ അത് നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാണ്. നമ്മൾ സ്വയം മനസ്സ, നമ്മുടെ അനുസരണം, നമ്മുടെ സമ്മതം കൊടുത്താലേ ദൈവത്തിന് നമ്മിലേക്ക് വന്ന് നമ്മെ ഈ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക്, നിത്യജീവനിലേക്ക്, അനശ്വര ജീവനിലേക്ക് എടുത്തു വെക്കാൻ പറ്റൂ. ഇതുകൊണ്ടാണ് ഉടമ്പടി ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാണൻ, നമ്മുടെ ബയോളജിക്കൽ പ്രാണൻ പണയം വെക്കണം. അനുസരണത്തെയാണ് പണയം വെക്കാന്ന് പറയണേ. അത് അനുസരിക്കണം എന്ന് പറയുന്നത്. അബ്രാഹാം അതിന് ആദ്യം മടിച്ചു. അതുകൊണ്ടാണ് മകന്റെ ജീവൻ, ഏക മകന്റെ ജീവൻ പണയം വെക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവിടെ അബ്രാഹാം വിജയിക്കുന്നുണ്ട്. അപ്പോഴും ഈ മകനെ മാറ്റി നിർത്തുന്ന ദൈവം ഇവൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ, അപ്പോഴും ഈ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ ദൈവം കാണിച്ചു കൊടുക്കുക. ദൈവം കാണിച്ചു കൊടുത്ത കുഞ്ഞാടിനെയാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ദൈവം തന്നതല്ലാതെ നമുക്ക് തിരിച്ചൊന്നും കൊടുക്കാനില്ലെന്നർത്ഥം. ദൈവം തന്നതല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല. കുർബാനയിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവം തന്നത് ദൈവത്തിന്റെ ഉപയോഗത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് അതിനെ പുത്രന്റെ ജീവനാക്കി മാറ്റുകയാണ്. ഇതാണ് ഉടമ്പടി. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ. ഈ അബ്രാഹാം തന്റെ ഉടമ്പടി, ആ ഉടമ്പടി ആദ്യം അത് പൂർണ്ണമായില്ല. മോറിയ മലയിൽ അത് പൂർത്തിയായി. എങ്കിലും അവിടെ വെച്ച് പറഞ്ഞൊരു വചനമുണ്ട്. അതായത് ആ മോറിയ മലയ്ക്ക് പോകുമ്പോൾ 3-ാം ദിവസം ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പ നമ്മളെല്ലാം എടുത്തു, തീയെടുത്തു, വിറകെടുത്തു, കത്തിയെടുത്തു, എവിടെയാണ് ബലി കഴിക്കപ്പെടാനുള്ള ആട്ടിൻകുട്ടി? അതിന് അബ്രഹാം കൊടുക്കുന്ന മറുപടിയിൽ ആ മറുപടി 2 തരത്തിൽ തർജ്ജമ ചെയ്യാം. ഈ ഹോമയാഗത്തിനുള്ള ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും, കർത്താവ് തന്നെ തരും എന്നാണ് നമുക്ക് തോന്നുക. അങ്ങനെയാണ് അത് തർജ്ജമ കിടക്കുന്നത് തോന്നുക. പക്ഷെ മറ്റു തരത്തിലും തർജ്ജമ ചെയ്യാം. ഈ ഹോമയാഗത്തിനുള്ള കുഞ്ഞാടായി ദൈവം തന്നെ വരും, ദൈവം തന്നെ തരും, അങ്ങനെയും തർജ്ജമ ചെയ്യാം. ഹോമയാഗത്തിനുള്ള ബലിക്കുള്ള കുഞ്ഞാടായി ദൈവം തന്നെ തരും, അങ്ങനെയാണ് ശരിക്കും അതിന്റെ അർത്ഥം കിടക്കുന്നത്. പക്ഷെ അന്ന് അബ്രാഹാമിന് മനസ്സിലായില്ല. ദൈവം തന്നെ കുഞ്ഞാടായി നൽകും. ആ കുഞ്ഞാടിനെ ദൈവത്തിന് കൊടുക്കുക, ദൈവം നൽകുന്ന കുഞ്ഞാടിനെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. അബ്രഹാമും അങ്ങനെ ചെയ്തത്. പക്ഷെ ആ കുഞ്ഞാട് പോരാ, സാധാരണ ഒരു മൃഗം പോരാ, ആട്ടിൻകുട്ടി പോരാ. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാൾ വേണം. അതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. അത് നൽകും, ദൈവം തന്നെ തരുമെന്നാണെന്ന് പറഞ്ഞത്. പക്ഷെ അബ്രഹാം അത് മുഴുവൻ മനസ്സിലായില്ല. പക്ഷെ അതിന്റെ പ്രതീകം മനസ്സിലായി. അതാണ് ഈ പാപം എന്ന മുൾച്ചെടിയിലെ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാട്. പാപമെന്ന മുൾച്ചെടിയിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാട്. ഈ ആദാം പാപം ചെയ്തപ്പോഴും ദൈവം എന്താ പറഞ്ഞത്? നീ കൃഷി ചെയ്യുമ്പോൾ മുള്ളും മുൾച്ചെടികളും അത് ഉൽപ്പാദിപ്പിക്കും. ആ പാപത്തിന്റെ ഫലമായിട്ടാണ് മുള്ളും മുൾച്ചെടികളും എന്നാണ് സങ്കല്പം. ആ പാപത്തിന്റെ മുള്ളുകളിൽ ഉടക്കി കിടക്കുന്ന കുഞ്ഞാട്, ഇതാണ് കർത്താവ് ഈ മുൾമുടി ധരിച്ചിരിക്കുന്ന ആ കുഞ്ഞാട്. അപ്പോൾ അബ്രഹാമിന്റെ അവിടെ തന്നെ പറയുന്നുണ്ട് ദൈവം തന്നെ കുഞ്ഞാടായി വരുമെന്ന്. പക്ഷെ അതന്ന് മനസ്സിലായില്ല. പിന്നെയാണ് നമ്മൾ സീനായി ഉടമ്പടിയിലേക്ക് പോകുന്നത്. സീനായി ഉടമ്പടി പുറപ്പാടിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ വാക്യം. ഇസ്രായേൽക്കാർ എന്താ പറഞ്ഞത്? മോശയോട് പറയാണ്, കർത്താവ് പറയുന്ന എല്ലാം ഞങ്ങൾ ചെയ്തോളാം.
കർത്താവ് പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം. നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, കർത്താവ് പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം. അങ്ങനെ ജനങ്ങൾ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ബുദ്ധിയുള്ള മൃഗമാണ്. ബുദ്ധിയുള്ള മൃഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് മൃഗബലിയല്ല, അനുസരണമാണ്. ദൈവത്തോട് ചേർന്ന് പോകുന്നതിന് അനുസരണം എന്ന് പറയാ. ഈ ഒരു സ്വേച്ഛാധിപതിയായ ചക്രവർത്തി അനുസരിക്കുന്ന പോലെയല്ല ദൈവത്തെ അനുസരിക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ അപ്പനമ്മയെ അനുസരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടാണ്. ടീച്ചർമാരെ നമ്മൾ അനുസരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. അത് ചക്രവർത്തിമാരെയും പോലീസിനും അനുസരിക്കുന്ന പോലെയല്ല. അപ്പോ ദൈവമായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. ഈ അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്ന ബലി എന്നാണ്. അപ്പോൾ ഇസ്രായേൽക്കാര് അനുസരണം വാഗ്ദാനം ചെയ്തു. മോശ പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. ഈ ജനങ്ങളുടെ അനുസരണത്തിന്റെ വാഗ്ദാനവുമായിട്ട് മലമുകളിലേക്ക് പോയി. ദൈവത്തിന് വലിയ സന്തോഷമായി. അവരെന്തനുസരിക്കണമെന്ന് ദൈവം മോശയ്ക്ക് ഡിക്റ്റേറ്റ് ചെയ്യാണ്. അതാണ് 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾ എഴുതി കഴിയുമ്പോൾ 40 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്താണ് താഴ്വാരത്തിൽ കണ്ടത്? 1-ാം പ്രമാണം ലംഘിക്കുകയാണ്. 1-ാം പ്രമാണം പുരോഹിതന്റെ മഹാപുരോഹിതന്റെ നേതൃത്വത്തില് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. 1-ാം പ്രമാണം തന്നെ ലംഘിക്കുകയാണ്. അപ്പൊ ദൈവം അവരെ ശിക്ഷിക്കാൻ തുടങ്ങി. ആ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഡിസിപ്ലിനിങ് ആണ്, ശിക്ഷണമാണ്. ഇവര് അനുസരിച്ചേ പറ്റൂ. ആ അനുസരിക്കുന്നത് വരെ അസീറിയക്കാരെ കൊണ്ടും ബാബിലോണിയക്കാരെ കൊണ്ടും, അതായത് ഇപ്പോഴത്തെ ഇറാഖ്, ഇറാൻ, ആ ആളുകളെ കൊണ്ട് ഇസ്രായേലിനെ അടിക്കുകയാണ്. അങ്ങനെ ബാബിലോണിയൻ പ്രവാസകാലത്താണ് യെരേമിയ പ്രവാചകന് ഒരു വെളിപാടുണ്ടാകുന്നത്. ഒരു വെളിപാട്, പുതിയ ഉടമ്പടിയെക്കുറിച്ച് വെളിപാട്. അബ്രഹാമിന്റെ ഉടമ്പടി പൂർത്തിയായിട്ടില്ല. ഈ സീനായി ഉടമ്പടി തന്നെയും ലംഘിക്കപ്പെട്ടു. ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വെളിപാടുണ്ടാവുകയാണ് യെരേമിയ പ്രവാചകന്. യെരേമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31 മുതൽ 34 വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഭവനത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു ഉടമ്പടി ചെയ്യുന്ന കാലം വരും. ഇത് യാഹ്വേയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ കൈക്ക് പിടിച്ച് മിസ്രയീം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത ഉടമ്പടി പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ ഉടമ്പടി ലംഘിച്ചുവെന്ന് യാഹ്വേ അരുളി ചെയ്യുന്നു. എന്നാൽ ഈ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ ചെയ്യാനിരിക്കുന്ന ഉടമ്പടി ഇങ്ങനെയായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ച് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവുമായിരിക്കും. ഇത് യാഹ്വേയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ അയൽക്കാരനെയോ സഹോദരനെയോ യാഹ്വേയെ അറിയുക എന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല. അവർ ആബാലബദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ല. ഇത് യാഹ്വേയുടെ അരുളപ്പാട്. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ ഉടമ്പടി ലംഘിച്ചു. എന്നാൽ ഈ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ ചെയ്യുന്ന ഉടമ്പടി ഇങ്ങനെയായിരിക്കും. എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ച് ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പുതിയൊരു ഉടമ്പടി എന്ന് 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക. ഹൃദയം കല്ലിൽ എഴുതപ്പെട്ടത് ലംഘിക്കപ്പെട്ടു. ഹൃദയത്തിൽ എഴുതുമെന്നാണ്. മനുഷ്യഹൃദയത്തിൽ എഴുതും. ഏത് മനുഷ്യഹൃദയത്തില്? അപ്പൊ എന്താണ് യെരമ്യ പറഞ്ഞത്? ഈ പ്രവാചകന്മാരുടെ രീതി അറിയാലോ. അവർക്ക് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതലാണ് അവർ പറയണേ. പിന്നീടാണ് അവർക്കും തന്നെയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അത് വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു കഴിയുമ്പോഴാണ്. അപ്പൊ തങ്ങൾക്ക് അറിയാവുന്നതിലും കൂടുതലാണ് അവർ സംസാരിക്കുന്നത്. അതാണ് പ്രവചനം. ഇവിടെ എന്താണ് ഈ പുതിയ ഉടമ്പടി, ഹൃദയത്തിൽ എഴുതപ്പെട്ട പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? ഞാൻ ഇങ്ങനെ വളരെ ചുരുക്കി പറയാം. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സകല മനുഷ്യർക്ക് മാനദണ്ഡമായിരിക്കണം, ക്രൈറ്റീരിയൻ. ആ മനുഷ്യൻ അലംഘനീയമായ അനുസരണം ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ അലംഘനീയമായ അനുസരണത്തിന്മേൽ, ലംഘിക്കപ്പെടാത്ത അനുസരണത്തിന്മേൽ അയാൾ മാനദണ്ഡമായതുകൊണ്ട് മറ്റെല്ലാവർക്കും ഈ അനശ്വരമായ ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു മനുഷ്യൻ അവൻ ദൈവത്തിന് അലംഘനീയമായ അനുസരണം കൊടുക്കണം. എല്ലാം തികഞ്ഞ അനുസരണം, ലംഘിക്കപ്പെടാത്ത അനുസരണം. ആ അനുസരണം കൊടുക്കുന്ന മനുഷ്യൻ മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ അലംഘനീയമായ അനുസരണത്തിന്മേൽ, അവന്റെ ഹൃദയത്തിലുള്ള ആ അനുസരണത്തിന്മേൽ ദൈവത്തിന്റെ പുതിയ ഉടമ്പടി എഴുതാം. ആ പുതിയ ഉടമ്പടിയിലൂടെ സകല മനുഷ്യർക്കും ഈ അനശ്വര ജീവൻ കൊതിക്കുന്ന, നമ്മളെല്ലാം കൊതിക്കുന്ന മരണത്തിനും അഴുകലിനും വിധേയമല്ലാത്ത ജീവൻ ദൈവത്തിന് കൊടുക്കാൻ പറ്റും. ഇതാണ് പറഞ്ഞതിനർത്ഥം. ഇതിനൊരു വാക്ക് മാത്രം നമുക്ക് ഇച്ചിരി പ്രയാസമുണ്ട് മനസ്സിലാക്കാൻ. മാനദണ്ഡം. എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായ ഒരാള്, ക്രൈറ്റീരിയനായ ഒരാള്. 2 പേര് അങ്ങനെയുള്ളൂ ലോക ചരിത്രത്തില്. ഒന്ന് ആദ്യത്തെ മനുഷ്യൻ ആദാം. ആദ്യത്തെ മനുഷ്യനായ ആദാമിന് ഒരു മാനുഷിക പിതാവ് ഉണ്ടായിരുന്നു. ആദ്യത്തെ മനുഷ്യനായ ആദാമിന് ഒരു മാനുഷിക പിതാവ് ഉണ്ടായിരുന്നു. ശാസ്ത്രീയമായിട്ടാണെങ്കിലും ബൈബിൾ അനുസരിച്ചിട്ടാണെങ്കിലും ആദ്യത്തെ മനുഷ്യൻ,
ആദ്യത്തെ മനുഷ്യനെ ആദാം എന്നാണ് ബൈബിൾ വിളിക്കണേ. ശാസ്ത്രം ഒരു ആദ്യത്തെ മനുഷ്യനെ പറ്റി പറയുമല്ലോ. അപ്പൊ ഈ ആദ്യത്തെ മനുഷ്യൻ ഒരു മാനസിക പിതാവ് ഉണ്ടായിരുന്നോ? ബൈബിൾ അനുസരിച്ചും ഭൗതിക ശാസ്ത്രം അനുസരിച്ചും ഇല്ല. ഇപ്പൊ പരിണാമ സിദ്ധാന്തം അനുസരിച്ചും ആദ്യ മനുഷ്യന് ഒരു മാനസിക പിതാവ് ഇല്ലല്ലോ. മാനസിക പിതാവില്ല അല്ല, ശാസ്ത്രം പറയുന്നതല്ലേ. ബൈബിളും ശാസ്ത്രം ഒന്നിപ്പിക്കൊന്നും വേണ്ട. ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. പരിണാമ സിദ്ധാന്തം തെളിയിക്കപ്പെട്ട ഒരു സിദ്ധാന്തമല്ല, വിശ്വാസികൾക്ക് അത് സ്വീകാര്യമല്ല. എങ്കിലും അത് പഠിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ പറയാണ്. അപ്പോൾ ഭൗതിക ശാസ്ത്രം അനുസരിച്ചാണെങ്കിലും പരിണാമ സിദ്ധാന്തം അനുസരിച്ചിട്ടാണെങ്കിലും ബൈബിൾ അനുസരിച്ചിട്ടാണെങ്കിലും ആദ്യത്തെ മനുഷ്യന് ഒരു മാനുഷിക പിതാവില്ല. പക്ഷെ അയാളുടെ മക്കളൊക്കെ മനുഷ്യരാ. അയാൾക്കൊരു മാനുഷിക പിതാവില്ല ആദ്യത്തെ മനുഷ്യന്. പക്ഷെ അയാളോട് ബന്ധപ്പെട്ടിരിക്കുന്ന അയാളുടെ മക്കളെല്ലാം മനുഷ്യരാണ് താനും. എന്ന് വെച്ചാൽ ആദ്യത്തെ മനുഷ്യൻ മറ്റെല്ലാ മനുഷ്യർക്കും ഒരു മാനദണ്ഡമാണ്. ഇതാണ് മാനദണ്ഡം എന്ന വാക്കിന്റെ അർത്ഥം. ആ മാനദണ്ഡം നമ്മൾ അവസാനത്തെ മനുഷ്യൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അവസാനത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവ മനുഷ്യനായ ആളാണ്. ദൈവ മനുഷ്യനായ ആളായതുകൊണ്ടാണ് അയാൾ അവസാനത്തെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. എസ്ഹാത്തോസ് ആദാം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതിന് എല്ലാം തികഞ്ഞ മനുഷ്യൻ എന്ന അർത്ഥമുണ്ട്, പരിപൂർണ മനുഷ്യൻ എന്ന അർത്ഥമുണ്ട്, മാതൃകാ മനുഷ്യൻ എന്ന അർത്ഥമുണ്ട്. പിന്നെ അവൻ ആൽഫയും ഒമേഗയുമാണ്. ഒമേഗ തുടക്കത്തിലുള്ളത് തന്നെയാണ് ഒടുക്കത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ മനുഷ്യനാണ്. ആ അവസാനത്തെ മനുഷ്യനായ യേശുക്രിസ്തു ഒരു മാനദണ്ഡമാണ്. അവന് മാനുഷിക പിതാവുണ്ടോ? ഇല്ല. എന്നാൽ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാം ദൈവമക്കളാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നോ മാനുഷിക ഇച്ഛയിൽ നിന്നോ പുരുഷന്റെ തീരുമാനത്തിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങളെ ഞാൻ പറയണേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. അപ്പൊ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ പറ്റും. യേശു എന്ന അവസാനത്തെ മനുഷ്യനും മാനദണ്ഡമാണ്. അവനും മാനുഷിക പിതാവില്ല, പക്ഷെ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ പറ്റും. ഇതാണ് മാനദണ്ഡം എന്ന് പറയണേ. 2 മനുഷ്യർ അങ്ങനെയുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാ. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ശാസ്ത്രമനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് ഒരു മാനുഷിക പിതാവ് ഇല്ലാതെ ജനിക്കാൻ പറ്റുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നെങ്കിൽ അവസാനത്തെ മനുഷ്യനായ യേശുവിന് ഒരു മാനുഷിക പിതാവില്ലാതെ ജനിക്കാൻ പറ്റില്ലേ? ശാസ്ത്രം അംഗീകരിക്കണ്ടേ? അപ്പോൾ കന്യകയുടെ ഗർഭധാരണം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് എതിരാണോ? ഒട്ടുമല്ല. ആദ്യത്തെ മനുഷ്യന് ഒരു മാനുഷിക പിതാവില്ലാതെ ജനിക്കാമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നെങ്കിൽ അവസാനത്തെ മനുഷ്യനും ഒരു മാനുഷിക പിതാവില്ലാതെ ജനിക്കാം എന്നത് സത്യമല്ലേ? ബൈബിൾ പഠിപ്പിക്കുന്ന സത്യമല്ലേ? അപ്പോ ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിന് എന്തെങ്കിലും വിരുദ്ധമായ സംഗതിയാണോ കന്യകയുടെ ഗർഭധാരണം? ഞാൻ പറയുന്നതിന് അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. അപ്പോൾ മാനദണ്ഡം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട അലംഘനീയമായ അനുസരണം, എല്ലാം തികഞ്ഞ അനുസരണം, ആ അനുസരണമാണ് ബലി. ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട അലംഘനീയമായ അനുസരണമാണ്. ഈ അനുസരണമാണ് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് കൊടുത്തത്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം നിറവേറണം. ആ അലംഘനീയമായ അനുസരണമാണ്, മരണത്തോളം കീഴ്പ്പെടുന്ന അനുസരണമാണ് കുരിശിൽ സംഭവിച്ചത്. പ്രാണൻ കൊടുക്കുകയാണ്. അവന്റെ യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട അനുസരണത്തെയാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ആ യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ഉടമ്പടി, ഹൃദയത്തിൽ എഴുതപ്പെട്ട അനുസരണം, അലംഘനമായ അനുസരണം, അത് മുൻകൂറായി, അത് ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് അപ്പമെടുത്ത് തന്റെ പ്രാണൻ ആ അപ്പത്തിന്മേൽ എഴുതുകയാണ്. വീഞ്ഞെടുത്ത് അവന്റെ പ്രാണൻ, അവന്റെ രക്തം ആ വീഞ്ഞിന്മേൽ എഴുതുകയാണ്. എന്നിട്ട് കൊടുക്കുകയാണ്. ഇതാണ് പുതിയ ഉടമ്പടിയുടെ രക്തം, പുതിയ ഉടമ്പടിയുടെ രക്തം. അപ്പൊ നമ്മൾ പുതിയ ഉടമ്പടി, ഒരു മനുഷ്യ ഹൃദയത്തിൽ എഴുതപ്പെട്ട പുതിയ ഉടമ്പടി എന്ന് യെരേമിയ പ്രവാചകൻ പറഞ്ഞത് യേശുവെന്ന ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ യേശുവെന്ന മാനദണ്ഡമായ മനുഷ്യന്റെ, എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായ മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട അനുസരണം, അലംഘനീയമായ അനുസരണം എന്ന പുതിയ ഉടമ്പടിയാണ്. ഈ പുതിയ ഉടമ്പടിയെ കുറിച്ചാണ് യെരേമിയ പ്രവാചകൻ പറഞ്ഞത്. ആ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്ന വാക്ക് പുതിയ നിയമത്തിൽ കുർബാനയുമായി ബന്ധപ്പെട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പുതിയ ഉടമ്പടി എന്ന വാക്ക് കുർബാനയുമായി ബന്ധപ്പെട്ട് അല്ലാതെ പുതിയ നിയമത്തിൽ ഒറ്റ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല. ലൂക്ക 22:20, 1 കൊരിന്തോസ് 11:25, 2 കൊരിന്തോസ് 3:6, ഹെബ്രായലേഖനം 8:8, 8:13, 9:15 എല്ലാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ ഉടമ്പടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയുമായി മാത്രമാണ്. അപ്പൊ എന്താണ് വാസ്തവത്തിൽ ഈ വിശുദ്ധ കുർബാന? യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന
ആ അലംഘനീയമായ അനുസരണമാണ് വിശുദ്ധ കുർബാന. ആ കുർബാന സ്വീകരിക്കുമ്പോൾ അവന്റെ അലംഘനീയമായ അനുസരണത്തിലേക്ക് നമ്മുടെ ഈ പൊട്ടിപ്പോകുന്ന അനുസരണം ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കുകയും, ആ അനുസരണം അവന്റെ എല്ലാം തികഞ്ഞ അനുസരണത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. അവന്റെ തിരുമണിക്കൂറിലേക്ക് നമ്മുടെ മണിക്കൂറിന് എടുത്തു വെക്കുകയാണ്. അപ്പോൾ അവന്റെ അലംഘനീയമായ അനുസരണം നമ്മുടെ ബലിയായി ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കപ്പെടുകയാണ്. ഇതിന്റെ ശില്പിയാണ് പരിശുദ്ധ റൂഹ. ഇതാണ് ഈ മാസ്റ്റർ പീസ് എന്ന് പറയണേ. ഈ മാസ്റ്റർ പീസ് ഉണ്ടാക്കുന്ന ശില്പി പരിശുദ്ധ റൂഹയാണ്. അപ്പോ യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അലംഘനീയമായ അനുസരണം എന്ന ബലി, ആ ബലിയാണ് പുതിയ ഉടമ്പടി. ആ ബലി കർത്താവ് എഴുതിയത് അപ്പത്തിന്മേലും വീഞ്ഞിന്മേലുമാണ്. അതാണ് വിശുദ്ധ കുർബാന. പുതിയ ഉടമ്പടിയിലേക്ക്, അലംഘനീയമായ അനുസരണത്തിലൂടെ വരുന്ന പുതിയ ഉടമ്പടിയിലേക്ക് നമ്മെ ഉൾച്ചേർക്കാൻ കർത്താവ് കണ്ടെത്തിയ സ്നേഹത്തിന്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. മറ്റൊന്നും അവന് കാണാൻ അവൻ ദൈവത്തിന് വേറെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്ര വലിയ മഹാത്ഭുതമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കുക, പുതിയ ഉടമ്പടി എന്ന വാക്ക് കുർബാനയുമായി ബന്ധപ്പെട്ടല്ലാതെ പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പെന്തക്കോസ്തകാരെ, ദൈവസഭക്കാരെ, യഹോവ സാക്ഷികളെ, കത്തോലിക്കസം വിട്ടുപോയിരിക്കുന്ന സകല മനുഷ്യരെ, നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണം. വിശുദ്ധ കുർബാനയില്ലാതെ പുതിയ ഉടമ്പടി ഇല്ല. ബൈബിളിൽ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, തിരുവചനത്തിൽ വേറെങ്ങും കണ്ടിട്ടില്ല. അതിനാൽ കർത്താവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മാനദണ്ഡമായിരിക്കുന്ന അലംഘനീയമായ അനുസരണം, ആ അനുസരണം നമ്മുടെ അനുസരണമാകണമെങ്കിൽ, കൗതാശികമായിട്ടാകണമെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല. ഇത് കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല, സമൃദ്ധമായ ജീവനില്ല. ബയോളജിക്കൽ ജീവൻ ഉണ്ടാവും, പക്ഷെ അത് നശിച്ചു പോകും. ഈ അനശ്വരമായ ജീവൻ, മരണത്തിന്റെയും മഴകളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ വേണമെങ്കിൽ കൗതാശികമായിട്ട് ഇപ്പൊ വേണം. അത് മാത്രം പോരാ. കൗതാശികമായിട്ട് സംഭവിക്കുന്ന എന്താണ്? ദൈവവും മനുഷ്യനുമായിട്ട് ഒന്നാകുകയാണ്. ദൈവവും മനുഷ്യൻ ഒന്നാകുകയാണ്. ആ ഒന്നാകലിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. കൂതാശയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് പുറത്ത് നിന്നിട്ട് തോന്നിയാസം കാണിക്കാൻ പറ്റില്ല. അത് ശരിയല്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ ബലഹീനരായ മനുഷ്യരായതുകൊണ്ട്. അതുകൊണ്ടാണ് കുമ്പസാരം എന്ന കൂതാശയും കർത്താവ് സ്ഥാപിച്ചത്. പക്ഷെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ ഇപ്പോൾ ഈ അനശ്വര ജീവനിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കാൻ കഴിയില്ല. ഇപ്പോൾ അനശ്വര ജീവനിലേക്ക് കടക്കുന്നില്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഒട്ടും പറ്റില്ല. കാരണം ഈ അനശ്വര ജീവനിൽ ഇപ്പം ആയിരിക്കുന്ന ആളുകൾക്കാണ് മരണത്തിന് ശേഷവും അതിൽ തുടരാൻ പറ്റുള്ളൂ. ഇപ്പോൾ അനശ്വര ജീവനിലല്ലെങ്കിൽ, നിത്യജീവനിലല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒട്ടും പറ്റില്ല. ഇതുകൊണ്ടാണ് ഇത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുന്നു എന്ന് പറയണേ. പിന്നീടല്ല ജീവിക്കുന്നത്, ഇപ്പോൾ. ഇത് ഭക്ഷിക്കുന്നവന് ജീവനുണ്ട്, നിത്യജീവൻ ഉണ്ട് എന്ന കർത്താവ് പറയണേ. ഉണ്ട്. ഇപ്പോൾ നിത്യജീവൻ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ശാരീരിക മരണത്തിന് കഴിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കത്തോലിക്കർക്ക് മരണമില്ല, സ്ഥലം മാറ്റമേ ഉള്ളൂ. കുർബാനിൽ പങ്കെടുക്കുന്ന കത്തോലിക്കർക്ക്, കുർബാനിൽ പങ്കെടുത്ത കുർബാന സ്വീകരിക്കുന്ന കത്തോലിക്കർക്ക് മരണമില്ല, സ്ഥലം മാറ്റമേ ഉള്ളൂ. കാരണം ഇപ്പോഴേ അവർ നിത്യജീവനിലാണ്, അനശ്വര ജീവനിലാണ്. ശാരീരിക മരണത്തിന് ഈ അനശ്വര ജീവൻ തകർക്കാൻ ശാരീരിക മരണത്തിന് കെൽപ്പില്ല. ആ മരണത്തെയാണ് കർത്താവ് കീഴ്പ്പെടുത്തിയത് ഉത്ഥാനത്തിലൂടെ. അല്ലേ, മരിച്ച താവളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരെ, തനിക്ക് മുമ്പ് മരിച്ചവർ നീതിമാന്മാരെല്ലാം ഉയർപ്പിച്ച് അവനും ഉയർത്ത്, അങ്ങനെ മരണത്തെ കീഴടക്കി പുതിയ ജനസുള്ള ജീവനിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഈ അനശ്വര ജീവൻ കൊടുക്കാൻ അവൻ പ്രാപ്തിയുള്ളവനായി. അങ്ങനെയുള്ള ഏക വ്യക്തിയാണ് മുഹമ്മദോ രാമനോ കൃഷ്ണനോ ബുദ്ധനോ ആരും തന്നെ മരിച്ചവൻ ഉത്ഥാനം ചെയ്യുകയോ ഈ അനശ്വര ജീവനിലേക്ക് പ്രവേശിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് തന്നെ സ്വീകരിച്ചവർക്ക്, യേശുവിനെ സ്വീകരിച്ചവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ കഴിവ് നൽകി. അവർ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ ജനിക്കുന്നത് മാമോദീസയിലാണ്, ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ആ കുർബാന സംഭവിക്കുന്ന കാര്യം പള്ളിക്ക് പുറത്തും നടക്കണം. അതായത് കർത്താവുമായിട്ട് ചേർന്ന് നടക്കണം. ദൈവത്തോടൊപ്പം നടന്നവൻ എന്നാണ് നോഹയെ കുറിച്ച് പറയുന്നത്. അത് നമ്മളെക്കുറിച്ചും പറയണം. ദൈവത്തോടൊപ്പം നടന്നവൻ. ചിലപ്പോൾ ദൈവത്തോട് യുദ്ധം ചെയ്യേണ്ടി വരും. അബ്രഹാം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യാക്കോബ് മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. കർത്താവ് ഇങ്ങനെ നല്ല ബലമുള്ളവരെയാണ് കർത്താവ് ആഗ്രഹിക്കണേ. തീർത്തും പെട്ടെന്ന് രാജിയാകുന്നവരല്ല കർത്താവിന് വേണ്ടത്. പോരാട്ടത്തിനാണ് കർത്താവ് വിളിക്കണേ. സാത്താന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം. ഇതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്, തിന്മ കാണുമ്പോൾ നമ്മൾ മൗനം ഭജിച്ചിരുന്നാൽ പോരാ. തിന്മ കാണുമ്പോൾ നമ്മൾ നിശബ്ദരായിരുന്നാൽ നമ്മൾ തിന്മയ്ക്ക് അനുകൂലമാണെന്ന് വരും. നമ്മൾ ഈ ദൈവത്തിന്റെ പോരാളികളായി മാറില്ല. ദൈവത്തിന്റെ പോരാളികളാകാനാണ് കർത്താവ് വിളിക്കുന്നത്. അങ്ങനെ പോരാട്ടത്തിന് വിളിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ആളുകൾ
ചിതറിപ്പോകുന്നെങ്കിൽ, തെറ്റിപ്പോകുന്നെങ്കിൽ അവർക്ക് വിശ്വാസം ഇല്ലെന്നാണ് അർത്ഥം. ഇപ്പൊ ചിലരൊക്കെ പറയുന്നില്ലേ, ഇപ്പൊ ഈ സഭയിലെ പോരാട്ടം കാണുമ്പോൾ യുവാക്കളൊക്കെ പള്ളിയിൽ നിന്ന് പോകുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവർക്ക് വിശ്വാസമില്ല, പള്ളി എന്തെന്നറിയില്ല, തിരുവചനം എന്തെന്നറിയില്ല. തിരുവചനം അറിയുന്നവർക്ക് യുദ്ധത്തിന് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സാത്താനെതിരെയുള്ള യുദ്ധം. ആ സാത്താനെതിരെയുള്ള യുദ്ധം സാത്താന്റെ ഏജൻസ് ആയിട്ട് വരുന്ന ആർക്കുമെതിരെയുള്ള യുദ്ധമായിട്ട് മാറും. അപ്പോഴാണ് യേശു ചെയ്ത ആ യുദ്ധം ഉണ്ടല്ലോ, സാത്താനെതിരെയുള്ള യുദ്ധം, ആ സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ പോരാളികളായി അവനോട് ചേരുക. അങ്ങനെ ചേർക്കപ്പെടലാണ് ഈ കൂദാശകളിൽ സംഭവിക്കുന്നത്. കർത്താവ് നമ്മൾ ഒന്നായി ചേർന്ന് കർത്താവിന്റെ പോരാട്ടത്തിൽ, സാത്താനെതിരെ പോരാട്ടത്തിൽ നമ്മൾ പങ്കെടുത്ത്, ചിലപ്പോൾ നമുക്ക് മുറിവ് പറ്റും, അതിന് ചികിത്സിക്കാനാണ് ഈ മറ്റു കൂദാശകള്. അങ്ങനെ കർത്താവ് നമ്മൾ ഒന്നായി ചേർന്ന് സാത്താനെതിരെയുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോൾ സാത്താന്റെ ശക്തിയിലായിരുന്ന യൂദാസ് അത് എതിർത്തത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. വിശുദ്ധ കുർബാനയെ നിഷേധിക്കുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും അവര് യൂദാസ് കറിയാത്തവരെ പോലെ പിശാചാണ്. നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. എന്തുകൊണ്ടാണ് യൂദാസിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ സമാപനത്തില് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ ദൈവവചനം മാത്രമല്ലെന്നും തന്റെ ശരീരവും രക്തവുമാണെന്നും കർത്താവ് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ യൂദാസിന് പറ്റിയില്ല. ഇപ്പൊ ബന്ധകോസ്തകാർക്കും ദൈവസഭക്കാർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും അത് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണേ, പക്ഷെ അവരെല്ലാം ഇപ്പൊ യൂദാസിന്റെ പക്ഷത്താണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പത്രോസിനെ പോലെ മാനസാന്തരപ്പെട്ട് കത്തോലിക്ക സഭയിലേക്ക് വരണം. എങ്കിലേ ഈ യൂദാസിന്റെ പക്ഷത്ത് നിങ്ങോട്ട് വരൂ. നിങ്ങൾ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കുർബാനയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെതിരാണ്, യൂദാസിന്റെ പക്ഷത്താണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കത്തോലിക്ക സഭയിലായിട്ടും കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുകയും കുർബാന സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരും ഏതാണ്ട് യൂദാസിനെ പോലെയാണ്. അതുപോലെ ഈ കുർബാനയെ അവഹേളിക്കുന്നവരും ആഭിചാര കുർബാന ചൊല്ലുന്നവരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവരൊക്കെയും യൂദാസ്മാരാണ്. എന്നോട് ക്ഷമിക്കുക, ഞാൻ കഠിനമായി വാക്കുകൾ ഉപയോഗിക്കുന്നു, പക്ഷെ അതല്ലാതെ വേറെ മാർഗമില്ല. കർത്താവ് എന്താ പറഞ്ഞത് പത്രോസിനോട്? സാത്താനെ നീ പുറകിപ്പോ. യൂദാസിനോട് പറഞ്ഞത് നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അപ്പൊ കർത്താവ് കഠിനമായി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കഠിനമായി വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പക്ഷെ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏതായാലും പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ഇതാണ്, യേശുവിന്റെ മാനുഷിക ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അലംഘനീയമായ അനുസരണം. ആ അനുസരണത്തിലേക്ക് നമ്മളെ അവൻ എടുത്തു വെക്കുന്ന മണിക്കൂറാണ് വിശുദ്ധ കുർബാന. അങ്ങനെ അവന്റെ അലംഘനീയമായ അനുസരണം, മാനുഷിക അനുസരണം, ദൈവത്തിന് കൊടുത്ത ആ അനുസരണം, അതാണ് ബലി. ആ ബലി നമ്മുടേതായിട്ട് മാറുകയാണ് വിശുദ്ധ കുർബാനയിൽ. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടി എന്ന വാക്ക് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് മാത്രം കർത്താവ് ഉപയോഗിച്ചത്. നമുക്ക് ഇതിന്റെ സത്യത്തിലേക്ക് കടക്കാൻ സാധിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ ഈ തരത്തിൽ പങ്കെടുക്കാനും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.